കൊച്ചിയിലെ വ്യവസായിയെ ഹണി ട്രാപ്പിൽ കുടുക്കിയെന്ന കേസിൽ നിർണായക വഴിത്തിരിവ്. കേസ് കെട്ടിച്ചമച്ചതെന്ന് തൃശൂർ സ്വദേശിയായ യുവതി. വ്യക്തിവൈരാഗ്യമാണ് കേസിന് പിന്നിലെന്നും വ്യവസായിക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകാനിരിക്കുകയായിരുന്നുവെന്നും യുവതി ജനം ടിവിയോട് പറഞ്ഞു. നീതിക്കായി നിയമ പോരാട്ടം തുടരുമെന്നും യുവതി പറഞ്ഞു. സംഭവത്തിൽ DGP ഉൾപ്പെടെയുള്ളവർക്ക് ദമ്പതികൾ പരാതി നൽകി. ഹണി ട്രാപ്പിലൂടെ പണം തട്ടാൻ ശ്രമിച്ചെന്ന വ്യവസായിയുടെ പരാതിയിൽ കൊച്ചിയിൽ ദമ്പതികൾ അറസ്റ്റിലായ സംഭവത്തിലാണ് പുതിയ വഴിത്തിരിവ്. തൃശൂർ സ്വദേശിനിയും ഭർത്താവിനെയുമാണ് IT വ്യവസായിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം കൊച്ചി സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഹണി ട്രാപ്പ് ആരോപണം വ്യാജമാണെന്നും വ്യവസായി തന്നെ ലൈംഗികമായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നുമാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. ആദ്യഘട്ടത്തിൽ കൈമാറിയ 50,000 രൂപ തനിക്ക് ബാക്കി കിട്ടാനുള്ള ശമ്പള കുടിശ്ശികയാണെന്നും യുവതി പോലീസിന് മൊഴി നൽകി. വ്യവസായിയായിരിക്കെ ലൈംഗിക പീഡന പരാതി നൽകിയിരിക്കുകയാണ് ഹണി ട്രാപ്പ് കേസിൽ പ്രതിയായ യുവതി. മൺഡേ നികിതയുടെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ബിംലാട്ടൻ ആളെ വിളിച്ചു പറഞ്ഞു, അക്കൗണ്ടിൽ എമൗണ്ട് വന്നിട്ടുണ്ട്, സാലറിയുടെ സെറ്റിൽമെൻറ്റ് ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നികിതയുടെ യൂഷ്വലി ലിറ്റ്മസിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് 50,000 വരിക. നികിതയുടെ അക്കൗണ്ടിൽ നിന്ന് പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് വരേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഡൗട്ട് അടിച്ച് ഞാൻ ആളോട് ചോദിച്ചതും അപ്പോൾ ആൾ പറഞ്ഞു, വേണ്ട, ഇത് ചിലപ്പോൾ സെറ്റിൽമെൻറ്റ് കമ്പനി അറിയാണ്ട് ചിലപ്പോൾ ചെയ്യാനായിരിക്കും നിൻ്റെ സാലറിയും കാര്യങ്ങളും, അതങ്ങനെ ഒഴിഞ്ഞു പോട്ടെ, അവർക്ക് അവരുടെ ഫേസ് സേവ് ചെയ്യണ്ടേ. ഞങ്ങളത് കാര്യമാക്കിയില്ല. അതൊന്നും ഒരൊറ്റ രൂപ വിഡ്രോ ചെയ്തിട്ടില്ലേ, അക്കൗണ്ടിൽ അത് കിടക്കണമുണ്ട്. ആളുടെ അക്കൗണ്ടിൽ നിന്നാണ് വന്നത്. ട്യൂസ്ഡേ ഞങ്ങളത് കാണുന്നു, ഞങ്ങൾ സൈൻ ചെയ്യുന്നു. സൈൻ ചെയ്തതും ബാക്കിൽ 4 പോലീസുകാർ വന്നിട്ട് പറയുന്നു, യു ആർ അണ്ടർ അറസ്റ്റ്. പിന്നുള്ളതാണ് നിങ്ങൾ കണ്ട സ്റ്റോറി. ഞങ്ങൾക്കിതിൽ യാതൊന്നും ഇതല്ലാണ്ട് ഞങ്ങൾക്ക് യാതൊന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഞങ്ങളിത് അമിക്കബിളി ഇത് സെറ്റിൽ ചെയ്ത് ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയവരാണ് ഞങ്ങൾ. ഐ നെവർ തോട്ട് വേണു ഇങ്ങനെ ഒരു കാര്യം. ഞാൻ ആളുടെ ഒപ്പം 1.5 കൊല്ലം ഞാൻ സിൻസിയറായിട്ട്, ആൾ സിൻസിയറാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ 1.5 കൊല്ലം ഞാൻ ആൾക്ക് സിൻസിയറായിട്ട് ജോലി ചെയ്ത ആളാണ്. എന്നിട്ട് ആൾക്കറിയാം എനിക്ക് മക്കളുണ്ട്, ഞാൻ ഇപ്പോൾ കല്യാണം കഴിച്ചതാണ്. എന്തിനിത് ചെയ്തു എന്ന് എനിക്കറിയില്ല. ഞാൻ ആ കംപ്ലയിൻറ്റ് കൊടുക്കും എന്നുള്ളതിനാണ്. ആ കംപ്ലയിൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞാലും വേണുവിന് ഒരു കോള് വിളിക്കായിരുന്നല്ലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിൽ പറയായിരുന്നല്ലോ. എന്തിനിത് ചെയ്തു എന്ന് എനിക്ക് ഇനിയും അറിയില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടി. കൊച്ചിയിലെ പ്രമുഖ IT വ്യവസായിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്ത ആളാണ് പരാതിക്കാരി. വ്യവസായി നടത്തിയ ലൈംഗിക അതിക്രമം എതിർത്തതോടെ യുവതിയെ കള്ളക്കേസിൽ കുടുക്കുകയായിരുന്നുവെന്ന് പരാതിക്കാരി പറയുന്നു. ഇനി ഞാനും റിയാക്ട് ചെയ്യും. ഇനി ഇതൊക്കെ സത്യം പുറത്തു വരണം. വിത്ത് പ്രൂഫ് എല്ലാം ഞാൻ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോൺ DGP ഓഫീസിൽ ഇന്ന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെയും കൊടുക്കും, എറണാകുളത്തും കൊടുക്കും. ഇതിൻ്റെ എന്ത് എക്സ്റ്റെൻറ്റ് വരെ, കാരണം ഞങ്ങൾക്കിനി പോകാനൊന്നുമില്ല. ഞങ്ങളവിടെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും അതെ, ഈ പറയണ പോലെ എല്ലാം ആവണതിന് മുമ്പ് തന്നെ മീഡിയയിൽ എല്ലാം സർക്കുലേറ്റ് ചെയ്തു. ആളുടെ അക്കൗണ്ടിലേക്ക് 10 കോടി ട്രാൻസ്ഫറായി. ഇതിനൊക്കെ പ്രൂഫുണ്ടല്ലോ, ഇതൊക്കെ പുറത്ത് വരണമല്ലോ. ഇനി എൻ്റെ ഓൺലി ഇൻറ്റൻഷൻ ഇസ് ദിസ് ഷുഡ് കം ഔട്ട്, ട്രൂത്ത് ഷുഡ് കം ഔട്ട്. വ്യവസായിയുടെ ലൈംഗിക അതിക്രമം കാരണമാണ് വിവാഹശേഷം ജോലി രാജിവെച്ചതെന്നാണ് ഇവർ പറയുന്നത്. വിവരമറിഞ്ഞ ഭർത്താവ് IT വ്യവസായിക്കെതിരെ പോലീസിൽ പരാതി നൽകാനൊരുങ്ങി. ഇതോടെയാണ് യുവതിക്കും ഭർത്താവിനുമെതിരെ ഹണി ട്രാപ്പ് പരാതിയുമായി IT വ്യവസായി എത്തിയതെന്ന് ഇവർ പറയുന്നു. നിയമപരമായി തങ്ങളും നീങ്ങുമെന്ന പ്രതികരണം. രഹസ്യമായി നടത്തിയ ചാറ്റുകൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്ന IT വ്യവസായിയുടെ പരാതിയിൽ ഹോട്ടലിലെത്തിയ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.